بسم الله الرحمن الرحيم قل إنما أنا منذر وما من إله إلا الله الواحد القهار رب السماوات والأرض وما بينهما العزيز الغفار قل هو نبأ عظيم أنتم عنه معرضون السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1584 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാദിലെ 65 മുതൽ 68 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമാ അന മുൻദിറുൻ വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ. റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ رب السماوات والأرض وما بينهما العزيز الغفار قل هو نبأ عظيم أنتم عنه معرضون صدق الله العلي العظيم. സൂറത്ത് സാദിലെ 65 മുതൽ 68 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ സൂറത്ത് സാദിലെ 65 മുതൽ 68 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ ആയത്തുകളിലായിട്ട് ഈ സൂറത്ത് അതിൻ്റെ തുടക്കത്തിൽ പ്രതിപാദിച്ച വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഈ സൂറത്തിൽ 88 ആയത്തുകളാണുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഈ അവസാനം വരെയുള്ള സൂറത്തിന്റെ അവസാനം വരെയുള്ള ആയത്തുകൾ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പ്രതിപാദിക്കപ്പെട്ട ആ വിഷയം അതിൻ്റെ ചില അനുബന്ധമായ ചില കാര്യങ്ങൾ കൂടി പരാമർശിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ട് അതിൻ്റെ ഉത്ബോധന പ്രധാനമായ തലം ഉയർത്തി കാണിച്ചുകൊണ്ട് സത്യനിഷേധികൾ അതിനോട് സ്വീകരിക്കുന്ന അഹന്തയോടും ബുദ്ധിശൂന്യമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടും ഒക്കെയുള്ള അവരുടെ ആ സമീപനം അത് എത്ര മൂഢമായതാണ് എന്നത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു സൂറത്തിന്റെ തുടക്കത്തിൽ. യഥാർത്ഥത്തിൽ ദൈവിക സന്ദേശങ്ങളുമായിട്ട് വന്ന പ്രവാചകന്മാരുടെ താക്കീതുകളെയും അവരുടെ ഉത്ബോധനങ്ങളെയും അവഗണിച്ച എത്രയോ സമൂഹങ്ങൾ ഭൗതിക ലോകത്ത് തന്നെ ദൈവിക നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ഇവിടെ നശിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു ചരിത്രം ഇവര് മനസ്സിലാക്കാതെ പോവുകയാണ് എന്നാണ് തുടക്കത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം. തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരാള് താക്കീതുകാരനായി അവരുടെ അടുക്കൽ എത്തുക എന്നത് അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യം ആയി അവർ കാണുന്നില്ല. ഒരു മുന്തിർ അവരിൽ തന്നെ പെട്ട ഒരു മുന്തിർ അവരിലേക്ക് എത്തുകയും വളരെ അനിവാര്യമായും അവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരോട് താക്കീത് ചെയ്യുകയും ചെയ്തപ്പോൾ
അദ്ദേഹത്തെ നിസ്സാരനായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ഒരു ആഭിചാരകനായിട്ട് പരാമർശിച്ച് അദ്ദേഹത്തെ കള്ളം പറയുന്ന ആളായിട്ട് വിശേഷിപ്പിച്ച് തള്ളിക്കളയുകയാണ് അവർ ചെയ്യുന്നത്. അവർ ഉന്നയിച്ച ഒരു ചോദ്യം സൂറത്തിന്റെ തുടക്കത്തിൽ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു ഉദ്ധരിക്കുന്നുണ്ട്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. നമ്മുടെ ഈ ആരാധ്യന്മാരെ ഒക്കെ കൂടി ഇയാള് ഒരൊറ്റ ഇലാഹാക്കി മാറ്റുകയാണ്. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇത് വല്ലാത്ത അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ എന്നാണ് അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തെ അവിശ്വസനീയമായി കണ്ടുകൊണ്ട് അതിനെ തള്ളിക്കളയുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവര് ചോദിക്കുകയും അതുപോലെ അത് സംബന്ധമായിട്ട് അവര് പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അജഅലൽ ആലിഹത ഇലാഹം വാഹിദ. നമ്മുടെ പല ആരാധ്യന്മാര്, നമുക്ക് ധാരാളം ഇലാഹുകളുണ്ട്. ആ ഇലാഹുകളെയൊക്കെ കൂടി ഇയാൾ ഒരൊറ്റ ഇലാഹാക്കി മാറ്റുകയാണോ എന്നതാണ് അവർ ഉയർത്തിയ ചോദ്യം. ഈ കാര്യം അവർ പറയുമ്പോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സംഗതിക്ക് എന്തെങ്കിലും യുക്തിപരതയുണ്ട്, ബുദ്ധിപരമായി അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന വിധത്തിലൊന്നും അവര് അതിനെ സമീപിക്കുന്നേ ഇല്ല. അത് ബുദ്ധിപരമാണോ യുക്തിപരമാണോ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണോ അവർ പറയുന്നത് എന്നൊന്നും അവര് പരിശോധിക്കുന്നേ ഇല്ല. അവര് ശീലിച്ചു വന്ന അവരുടെ ആ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ അവരുടെ ജീവിത രീതികളിൽ അതിന്റെ ഭാഗമായിരുന്ന ഈ ബഹുത്വത്തിന് അതാണ് ശരി എന്ന നിലക്ക് അവര് ഉയർത്തി കാണിക്കുകയും അതിനെതിരില്ല തെറ്റായ ഒരു സംഗതിയാണത് എന്നത് ചൂണ്ടിക്കാണിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ നടപടിയെ അവര് പരിഹാസ്യമായി മനസ്സിലാക്കുകയും അതിനെ അപഹസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹു വിവിധ സമൂഹങ്ങളുടെ അനുഭവങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഈ സൂറത്തില് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയുണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തോട് സഹനം അവലംബിക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് ഒട്ടേറെ പ്രവാചകന്മാരുടെ ജീവിത സാഹചര്യങ്ങളെയും അവര് അത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ സൂറത്തിൽ അല്ലാഹു വിവരിക്കുകയുണ്ടായി. അതിനൊക്കെ ശേഷം ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന ഈ 65-ാമത്തെ ആയത്തില് വീണ്ടും ഈ തുടക്കത്തിൽ പ്രതിപാദിക്കപ്പെട്ട ആ വിഷയത്തിലേക്ക് തന്നെ അല്ലാഹു തിരിച്ചു പോവുകയാണ്. ഇതിന്റെ ഈ ആശയപരമായ ഒരു ഊന്നല് ആ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉള്ളതാണ് എന്നത് കാണാൻ യാതൊരു പ്രയാസവുമില്ല. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകള് നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഖുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു നിർദ്ദേശം എന്നുള്ള നിലക്കാണ് അള്ളാഹു ഈ കാര്യം പറയുന്നത്. ഇന്നമ അന മുൻദിറുൻ, പ്രവാചകരെ പറയുക, ഈ കാര്യം അവരോട് പ്രഖ്യാപിക്കുക. ഇന്നമ അന മുൻദിറുൻ, ഞാനൊരു താക്കീതുകാരൻ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് എനിക്ക് യാതൊരു റോളുമില്ല. നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കുകയും നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥ എത്രത്തോളം ഗൗരവമുള്ളതാണ്, എത്രത്തോളം ഭവിഷ്യത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വിധത്തിലുള്ളതാണ് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങളെ ഒന്ന് ഉണർത്തുക, നിങ്ങൾക്കൊരു താക്കീത് നൽകുക എന്നതല്ലാതെ ഇക്കാര്യത്തിൽ എനിക്ക് വേറെ വിശേഷിച്ച് യാതൊന്നും ചെയ്യാനില്ല. ഞാനൊരു താക്കീതുകാരൻ മാത്രമാണ് ഈ കാര്യത്തിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരോട് പറയാൻ വേണ്ടി പറയുന്നത്. ഖുൽ ഇന്നമ അന മുൻദിർ, പ്രവാചകരെ അവരോട് പറയുക, ഇന്നമ അന മുൻദിർ, ഞാനൊരു താക്കീതുകാരൻ മാത്രമാണ്, മുൻദിർ മാത്രമാണ്. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, ഞാൻ താക്കീത് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്ന ഒരു കാര്യം ഇതാണ്. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, നിങ്ങൾ കരുതുന്ന പോലെ ഒരുപാട് ഇലാഹുകളൊന്നുമില്ല. നിങ്ങൾ
ചുമലിലേറ്റി നടക്കുന്നു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ പരാമർശത്തിലുള്ള ഈ ആലിഹത്തുകളൊന്നും എന്തെങ്കിലും ദിവ്യത്വമുള്ള ശക്തികളൊന്നുമല്ല. വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാ, അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യനും ഇല്ല തന്നെ. അൽ വാഹിദുൽ ഖഹാർ, അവന്റെ സ്റ്റേറ്റസ് ഇതാണ്. അവൻ അൽ വാഹിദാണ്, ഏകനാണ്. അതുപോലെ എല്ലാറ്റിനെയും അതിജയിച്ച് നിൽക്കുന്ന, എല്ലാറ്റിന്റെയും മേലും സമഗ്രമായ ആധിപത്യവും അധികാരവും ഉള്ളവനാണ്. അൽ ഖഹാറാണ്. ഈ രണ്ട് വാക്കുകൾ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ ദിവ്യത്വത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പരാമർശിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നമാ അന മുൻദിറും വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാ. ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ് അൽ വാഹിദ് അൽ ഖഹാർ, ഏകനും സകലതിന്റെയും മേൽ സമഗ്രമായ അധികാരവും നിയന്ത്രണവും ഉള്ളവനായ അള്ളാഹു. ആ അള്ളാഹു അല്ലാത്ത വേറൊരു ഇലാഹുമില്ല. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ദിവ്യശക്തികളൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ദിവ്യത്വവുമുള്ള ശക്തികളല്ല. സകലതിന്റെയും മേലും സമ്പൂർണമായ നിയന്ത്രണവും അധികാരവുമുള്ള ഖഹാറായ ഏകനായ ഇലാഹ് അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്ത വേറെ ദിവ്യത്വമുള്ള ഒരു ഇലാഹും ഇല്ല തന്നെ. റബ്ബുസ് സമാവാതി വൽ അർദ്, അവൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനാണ്. വമാ ബൈനഹുമ, അവയ്ക്കിടയിലുള്ള സകലതിന്റെയും നാഥനാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന എന്ത് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരുന്നതെങ്കിൽ പോലും അതിന്റെ ഒക്കെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അവനാണ് സകലതിന്റെയും റബ്ബ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഈ പ്രപഞ്ച സാകല്യത്തിന്റെ മുഴുവനായുമുള്ള റബ്ബ് അവനാണ്. അവനല്ലാതെ ദിവ്യത്വമുള്ള ആരും തന്നെ ഇല്ല. ഇക്കാര്യമാണ് ഊന്നി പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിനെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ് അൽ അസീസുൽ ഗഫാർ, അവൻ അജയ്യനാണ്, ഏറെ പുറത്തു കൊടുക്കുന്നവനുമാണ്. അജയ്യനാണ് എന്നത് അള്ളാഹുവിന്റെ ദിവ്യത്വം, അവന്റെ കരുത്തും ശക്തിയും പ്രാപ്തിയും ഒക്കെ സ്ഥാപിക്കുന്ന, അത് ഉയർത്തി കാണിക്കുന്ന ഒരു വിശേഷണമാണ്. അതേ സമയത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് ഇനിയും സാധ്യത ഉള്ള വിധത്തിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ട വിധത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു ബോധ്യമുണ്ടാക്കുന്ന അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ് അൽ ഗഫാർ എന്നത്. വീഴ്ചകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാവും. മനുഷ്യരെന്ന നിലക്ക് അവരുടെ ജഡ്ജ്മെന്റ് എല്ലായ്പ്പോഴും ശരിയായത് ആയിക്കൊള്ളണം എന്നില്ല. പല അബദ്ധങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നു വന്നിട്ടുണ്ടാവുക. പക്ഷെ അതില് ഈ ആളുകളൊന്നും തന്നെ നിരാശപ്പെടുകയോ പ്രതീക്ഷയറ്റവരാവുകയോ ചെയ്യേണ്ടതില്ല. അള്ളാഹു തീർച്ചയായിട്ടും ഗഫാറാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. മനസ്സ് തട്ടി തെറ്റ് തിരുത്തി പശ്ചാത്തപിച്ചു മടങ്ങുന്ന ഒരു അബ്ദിന്റെയും പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും മനുഷ്യൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായി കഴിയേണ്ടതില്ല. അള്ളാഹു അസീസാണ് എന്ന വിധത്തിൽ തന്നെ, അതേപോലെ തന്നെ അള്ളാഹു ഗഫാറുമാണ് എന്ന കാര്യമാണ് പ്രഖ്യാപിക്കാൻ വേണ്ടി, ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തുടർന്നു വരുന്ന ഈ ജീവിത രീതിയും നിങ്ങൾ പിന്തുടർന്നു വരുന്ന ഈ ജീവിത ദർശനവും ഒക്കെ ഉണ്ടല്ലോ, അടിസ്ഥാനരഹിതമായ വ്യാജമായ യാതൊരു അടിത്തറയും ഇല്ലാത്ത നിങ്ങളുടെ ഈ ജീവിത ദർശനം, അത് പൂർണ്ണമായും കഴിയൊഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ഏകനായ കരുത്തനായ സകലതിന്റെ മേലും സമ്പൂർണമായ നിയന്ത്രണമുള്ള പ്രതാപിയും അജയ്യനുമായ അതേസമയം ഏറെ പുറത്തു കൊടുക്കുന്നവനുമായ അള്ളാഹുവിലേക്ക് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി മടങ്ങുക എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന നിർദ്ദേശം. നിങ്ങൾ പ്രതീക്ഷയറ്റവരായി മാറേണ്ടതില്ല. തീർച്ചയായിട്ടും അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനാണ്. എന്നിട്ട് തുടർന്ന് വീണ്ടും പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. ഖുൽ, പറയുക, പ്രഖ്യാപിക്കുക, ഹുവ നബഉൻ അളീം, ഇത് വലിയ പ്രാധാന്യമുള്ള അതിമഹത്തരമായ ഒരു സന്ദേശമാണിത്, അല്ലെങ്കിൽ ഒരു വാർത്തയാണ്, ഒരു വിവരമാണ്. ഇത് നിസ്സാരമായി പരിഗണിക്കേണ്ട ഒരു കാര്യമല്ല. ഇതിനെ നിങ്ങൾക്ക് അവഗണിക്കുക എന്നത് ഒരു നിലക്കും അഭികാമ്യമായ ഒരു കാര്യമല്ല. ഇത് വളരെ ഗൗരവ പ്രാധാന്യമുള്ള ഒരു സന്ദേശമാണ് എന്നത് അവരോട് പറയാൻ വേണ്ടിയാണ് അള്ളാഹു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. ഖുൽ ഹുവ നബഉൻ അളീം, ഇത് വളരെ മഹത്തരമായ, വളരെ പ്രാധാന്യമുള്ള, വളരെ സുപ്രധാനമായ ഒരു സന്ദേശം തന്നെയാണ്. അൻതും അൻഹു മുഅ്രിദൂൻ, എന്ന നിങ്ങൾ അതിനോട് പുറംതിരിഞ്ഞു പോവുകയാണ്. ഇതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്. വളരെ ഗൗരവമുള്ള, വളരെ പ്രാധാന്യമുള്ള നിങ്ങളുടെ നിലപാടുകളുടെ സ്വഭാവം വലിയ ഭവിഷ്യത്തുകൾ വിളിച്ചു വരുത്തുന്ന വിധത്തിലുള്ള വളരെ സുപ്രധാനമായ ഒരു വിഷയമാണിത്. ഈ സന്ദേശം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടും നിങ്ങൾ അതിൽ നിന്ന് തിരിഞ്ഞു പോയി കളയുകയാണ്. അൻതും അൻഹു മുഅ്രിദൂൻ, നിങ്ങൾ അത് അർഹിക്കുന്ന പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അതിന് വേണ്ട പരിഗണന നൽകുകയല്ല, നിങ്ങൾ അതിനെ അവഗണിച്ച് തിരിഞ്ഞു പൊയ്ക്കളയുകയാണ് ചെയ്യുന്നത് എന്നതാണ് വസ്തുത. ഇതാണ് മക്കയിലെ ആളുകളോട് വിശേഷിച്ച്, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ അനുവാചകരോട് പൊതുവായിട്ട് പറയാൻ വേണ്ടി, പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. ഈ പ്രഭാഷണത്തിന്റെ ഈ ഉപസംഹാരം ആയി വരുന്ന ഈ പ്രഭാഷണത്തിന്റെ ആശയപരമായ തുടർന്നുള്ള ആയത്തുകളിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ സൂറത്തിന് സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു കൊഹിയറൻസും ഒരു കംപ്ലീഷനും ഉള്ളതായിട്ട്, അതിന്റെ ഒരു പൂർണ്ണതയുള്ള ഒരു സ്ട്രക്ചറലായ ഒരു പ്രത്യേകത ഈ സൂറത്തിന് നമുക്ക് മിക്ക സൂറത്തുകൾക്കും ഇതുപോലെയുള്ള ഒരു ഘടന നമുക്ക് കാണാൻ കഴിയും. ഇവിടെ തീർച്ചയായിട്ടും നമുക്കത് വളരെ പ്രകടമായിട്ട് ആശയപരമായി അത് രൂപപ്പെട്ടു വരുന്നതും അത് ഒരു ആശയം വികസിപ്പിച്ച് കൊണ്ടുവന്ന് അതിനെ ഉപസംഹരിക്കുന്നതും ഒക്കെയായ ഒരു ഘടന നമുക്ക് വളരെ തെളിഞ്ഞ വിധത്തിൽ തന്നെ കാണാൻ സാധിക്കും. അതിന്റെ ഈ കംപ്ലീഷന്റെ അതിന്റെ ഉപസംഹരിക്കുന്ന ഒരു ആശയങ്ങളുമായിട്ട് അതിലേക്ക് വരുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ 65 മുതലുള്ള ആയത്തുകൾ കാണുന്നത്. അപ്പോ ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, താൻ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് താക്കീത് നൽകുക എന്ന ഒരു കാര്യം മാത്രമാണ്. ഏകനായ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അവൻ എല്ലാറ്റിന്റെ മേലും സമഗ്രമായ കരുത്തും അധികാരവും ഉള്ളവനാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും ഒക്കെ നാഥൻ അള്ളാഹുവാണ്. അവൻ അസീസാണ്, ഗഫാറുമാണ്. ഈ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന വിധത്തില് ഇവിടെ നൽകിയിട്ടുള്ള അറിയിപ്പ്, നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ച് തന്നിരിക്കുകയാണല്ലോ, അത് തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദേശം തന്നെയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അൻതും അൻഹു മുഅ്രിദൂൻ, നിങ്ങൾ അതിന് വേണ്ട പരിഗണന നൽകി, അതിന് വേണ്ട ശ്രദ്ധ നൽകി, അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്ന ഒരു പ്രതികരണമല്ല നൽകുന്നത്. മറിച്ച് നിങ്ങൾ അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണ്, പിന്തിരിഞ്ഞ് പൊയ്ക്കളയുകയാണ്. അതിനെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ് ഇവിടെ തുടർന്ന് പറയുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സ്വാദിലെ 65 മുതൽ 68 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ ആയത്തുകളുടെ ആശയപരമായ തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.